സോറി എന്റെ ഭാഗത്ത് പറ്റിയൊരു മിസ്റ്റേക്ക് ആയിരിക്കും. അത് ഞാൻ എന്താ പറയുന്നില്ല. ഒരു മിനിറ്റ്. ടാറ്റു ചെയ്താൽ നിസ്കാരം നടക്കാം. മുടിക്കൂർ തലക്ക് കടന്നു അടിച്ചാ എങ്ങനെ നിസ്കാരം ശരിയാണെടുക്കും? ടാറ്റു ചെയ്താൽ നിസ്കാരം നടക്കാം. മുടിക്ക് പ്രശ്നമില്ലല്ലോ അല്ലേ? അങ്ങനല്ലേ? ഞാൻ അങ്ങനെയല്ല. ഞാൻ പറഞ്ഞെന്താ മുടിക്ക് വളരെ നിസ്കാരം ശരിയാണ്ടിരിക്കും. അങ്ങനെ അല്ലേന്ന് ഞാൻ ചോദിക്കാം. ഞാൻ സംശയം ചോദിക്കുന്നു, മനസ്സിലായി. അപ്പൊ അത് ഞാൻ ആരും തെറ്റിദ്ധരിപ്പിച്ചിട്ടൊന്നുമില്ല. സോറി, എന്റെ അറിവില്ലായ്മ. സോറി, മൈ മിസ്റ്റേക്ക്. സോറി ഉസ്താദ്, റിയലി സോറി. ഡബ്ല്യു വീഡിയോ ഇൻഫോർമേറ്റീവ്. അസ്സലാമു അലൈക്കും. തുപ്പി എന്ന സുഹൃത്തിനെ പറ്റി എന്തിനാ രണ്ടാമത് ഞാൻ വീഡിയോ ചെയ്യുന്നത്? ധാരാളം ആൾക്കാരനെ വിളിച്ചു, അദ്ദേഹത്തെ മോശപ്പെടുത്തി എന്നോട് സംസാരിച്ചു. എന്തിനാണ് ആ മനുഷ്യനെ ഉപദേശിക്കുന്നത്? അവനൊരിക്കലും നന്നാവുകയില്ലെന്ന രൂപത്തിൽ എന്നോട് സംസാരിച്ചു. ഒരാളും നന്നാവുകയില്ലെന്ന് പറയാൻ നമുക്കൊരു അവകാശവുമില്ല. എപ്പോഴാണ് ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് അള്ളാഹുവിന്റെ നന്മയെത്തുക നമുക്കറിയില്ല. ഞാൻ ആ വീഡിയോ ചെയ്തു, അദ്ദേഹം അത് കണ്ടു. എത്ര മാന്യമായിട്ടാണ് ആ പ്രിയപ്പെട്ടവൻ അതിന് മറുപടി നൽകുന്നത്. അദ്ദേഹം എന്നെ കുറവാക്കിയില്ല, എന്നെ കുറ്റപ്പെടുത്തിയില്ല, ഞാനത് അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ ആ വീഡിയോ സ്വാഗതം ചെയ്തു ആ പ്രിയപ്പെട്ടവൻ. ഞാൻ മറ്റൊരു വീഡിയോ കാണിക്കാം തുപ്പിയുടെ. മലബാർ ഏരിയയിലും കുറെ ഫാമിലീസ് ആണ്, അങ്ങനെ ഓർത്തഡോക്സ്, എക്സ്ട്രീമിലി ഓർത്തഡോക്സ് ആയിട്ടുള്ള ഫാമിലീസ് ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, മനസ്സിലാവും. നിങ്ങൾ ഈ പിയോയിൽ ചിന്തിക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടാണല്ലോ. പിന്നെ എന്താ അവരെന്തുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല ചിന്തിക്കുന്നത്? പക്ഷെ അവർ അത് ചിന്തിക്കുമ്പോൾ അവർക്ക് കൃത്യമായ കാരണമുണ്ട്. ഇതൊക്കെ എതിരാണ്, മനസ്സിലാവും. ഇതൊന്നും നല്ലതല്ല സത്യം പറഞ്ഞാൽ. മീൻസ് ഹറാം, മനസ്സിലായില്ലേ? ഹറാം എന്നുള്ളൊരു സംഭവം ഉണ്ട്. ഇതെന്തൊക്കെ ചെയ്താലും ഇതൊക്കെ ഹറാം, മനസ്സിലാവും. അപ്പൊ ഈ ഹറാമെന്ന് ഉണ്ടാക്കുന്ന ഒരു പൈസ പോലും അല്ലെങ്കിൽ ഒരു ഇതും ഒരു ബെനിഫിറ്റ്സും നമുക്ക് വേണ്ടാന്ന് ചിന്തിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഈ ലോകത്ത്. അത് മനസ്സിലാക്കുക എന്നുള്ളത്. കണ്ടോ, ഇങ്ങനെയും ഒരു തൊപ്പിയുണ്ട്. നമുക്കാരുടെയും മനസ്സ് കാണാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി അത് തെറ്റാണെന്നും തിരുത്താൻ താൻ തയ്യാറാണെന്നുമുള്ള സുന്ദരമായിട്ടുള്ള പ്രഖ്യാപനമാണ്. നമുക്ക് അദ്ദേഹത്തെ ചേർത്ത് പിടിക്കാം. നാളെയിലെ നല്ലൊരു നിഹാദിനു വേണ്ടി അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ.